പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഉമ്മാനെ കൂടെ ഇരുന്നില്ല അല്ലേ. ഉമ്മാനെ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യും? ഉമ്മാനോട് ഭക്ഷണം കഴിക്കും, ഉമ്മാനോട് കിടന്നുറങ്ങും അല്ലേ, ഉമ്മാനോട് യാത്ര ചെയ്യുകയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തില്ല? ഉമ്മാൻ്റെ കൂടെ ഇരുന്നില്ല. എന്താ കാരണം പറഞ്ഞത്? ഉമ്മയും ഉപ്പയും നമ്മുടെ വീട്ടിൽ ആരാണ്? നമ്മുടെ സ്വർഗ്ഗമാണ് അല്ലേ. അല്ലേ? കാരണം ഉമ്മാനെ ഇഷ്ടപ്പെട്ടാൽ, ഉമ്മ നമ്മെ തൃപ്തിപ്പെട്ടാൽ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുള്ളൂ. പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടാൽ എന്ത് ചെയ്യുള്ളൂ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോയുടെ കൊച്ചു കൂട്ടുകാരികളെ, നമ്മളിന്ന് ഇൻഷാ അല്ലാ പൂമരത്തണൽ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അറിയുന്ന പ്രോഗ്രാമാണ്. കുട്ടികൾക്കുള്ളൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണെന്ത്? പൂമരത്തണൽ അല്ലേ. ആ പേര് പോലെ തന്നെ ഒരു മരത്തിൻ്റെ തണലിരിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ. ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കഥ പറയുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം, അതുപോലെയുള്ളൊരു അവസ്ഥയിലാണ് നമ്മളുള്ളത് അല്ലേ. ഇൻഷാ നമ്മൾ ഈ ഒരു പുതിയൊരു എപ്പിസോഡിൽ, ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ഒരുപാട് മര്യാദ പഠിച്ചിരുന്നു അല്ലേ. മര്യാദകൾ, പരസ്പരം കാണുമ്പോഴുള്ള മര്യാദകൾ, അങ്ങനെ കുറേ കാര്യം പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ കഥകളാണ്. എല്ലാവർക്കും ഇഷ്ട കഥ അല്ലേ. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ് അല്ലേ. ചെറുപ്പത്തിലൊക്കെ ഉമ്മമാരെന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കുമ്പം കഥ പറഞ്ഞിട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ ഓരോ എപ്പിസോഡിൽ നമുക്ക് ഓരോ കഥകൾ പറഞ്ഞ് അതിലെന്താണ് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ഇൻഷാല്ലാ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം അല്ലേ. നമുക്ക് പരിചയപ്പെടുത്തണ്ടേ, എല്ലാവരും പരിചയപ്പെടുത്തണ്ടേ? ഓക്കെ, എന്നെ പരിചയപ്പെടുത്തിക്കുക ആദ്യം. ഞാൻ ഫാത്തിമ നൂറാണ്. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പാണ്ടിക്കാട് നിന്നാണ് വരുന്നത്. സ്കൂളിൻ്റെ പേര്? നോബിൾ പബ്ലിക് സ്കൂൾ, മഞ്ചേരി. ഓക്കെ. എൻ്റെ പേര് ആയിഷ നർമ. ബാക്കി വീട്? വണ്ടൂർ. എത്ര ക്ലാസ് പഠിക്കണത്? സ്കൈ 3യിൽ. ഓക്കെ. എൻ്റെ പേര് ജന്ന മറിയം. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന. ഞാൻ നോബിൾ പബ്ലിക് സ്കൂൾ മഞ്ചേരി. രണ്ടാളൊരു സ്കൂളിൽ തന്നെയാണല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സാണ് അല്ലേ? ഇഞ്ച് ഫ്രണ്ട്സല്ലേ അവളെ അല്ലേ? എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത്? ഇവിടെ വന്നിട്ടാ അല്ലേ? എപ്പിസോഡിലേക്ക് വന്നിട്ടല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് എന്നാൽ ഇന്നത്തെ ഒരു ഒന്നാമത്തെ കഥയിലേക്ക് പോവാം അല്ലേ. എല്ലാവരും ഈ ഒരു പുതിയ എപ്പിസോഡ് കഥ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിലുണ്ടാകുക അല്ലേ. കഥ കേൾക്കാനുള്ളൊരു ഇൻട്രസ്റ്റിലുണ്ടാകുക. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഒരു കഥയിലേക്ക് പോവുകയാണ്. കഥ പറഞ്ഞ ഞാനല്ല, എൻ്റെ കൂടെയുള്ള കൂട്ടുകാരാണ് എന്ത് ചെയ്യണത്, കൂട്ടുകാരുടെ കഥ പറയണത്. ഇൻഷാ അല്ലാ ആരാ ഒന്നാമത്തെ കഥ പറയണേ? ഇത് പറയും അല്ലേ. ഓക്കെ, എന്താണ് കഥ? അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും കൂടിയിരിക്കണം, പിന്നെ മാതാപിതാക്കളെ നല്ല സ്നേഹിക്കണം. അതാണിത് ഈ കഥയിൽ പറയണത്. ഓക്കെ, എന്താണ് കഥൻ്റെ രൂപം? ആരെ കുറിച്ചാണ് പറയണത്? ഇതില് അലി ഇബ്നു ഹുസൈൻ അല്ലേ. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുള്ളൊരു പണ്ഡിതനാണ്, ഒരു താബി പണ്ഡിതനാണ് അല്ലേ. അലി ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു വലിയ താബിയ പണ്ഡിതനായിരുന്നു. ഇദ്ദേഹത്തിന് മാതാപിതാക്കളെ നല്ല ഇഷ്ടവും ഇദ്ദേഹം മാതാപിതാക്കളെ നല്ല ആദരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അക്കാലത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കൂടിയിരുന്നിട്ടാണ്, ഒരുമിച്ചിരുന്ന് കഴിക്കും അല്ലേ. നമ്മളൊക്കെ വീട്ടിൽ ചെയ്യണ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഉമ്മയോടൊപ്പം കൂടി ഭക്ഷണം കഴിക്കാൻ മടിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് കേട്ട ജനങ്ങളെല്ലാവരും ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്, മടി കാണിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാൻ മടി കാരണം ഉമ്മാക്ക് ഇഷ്ടമുള്ള ഭക്ഷണ വിഭവങ്ങൾക്ക് എൻ്റെ കൈ അങ്ങോട്ട് ഉമ്മ എടുക്കാൻ നേരത്ത് ഞാൻ എടുക്കുമെന്നില്ല ഭയം കൊണ്ടാണ് ഞാൻ ഭക്ഷണം ഉമ്മാൻ്റെ ഒപ്പം കഴിക്കാൻ മടുക്കുന്നത്. ഇതാണ് കഥ അല്ലേ. എങ്ങനെയുണ്ട് കഥ അല്ലേ? സൂപ്പറല്ലേ? എന്താ മനസ്സിലാക്കണ്ടേ നമ്മൾ? ഉമ്മയും ഉപ്പയും നമ്മുടെ വീട്ടിൽ ആരാണ്? നമ്മുടെ സ്വർഗ്ഗമാണ് അല്ലേ. കാരണം
ഉമ്മാനെ ഇഷ്ടപ്പെട്ടാൽ ഉമ്മ നമ്മെ തൃപ്തിപ്പെട്ടാൽ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹു നമ്മെ തൃപ്തി തൃപ്തിപ്പെടുള്ളൂ. പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടാൽ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് സ്വർഗം നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. ഉള്ളൂ. അപ്പോൾ ഇവിടെ ആരെ കുറിച്ചാണ് പറഞ്ഞത്? അലി ഇബ്നു ഇബ്നു ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലേ? അപ്പം ശരിക്കും നമ്മൾ നമ്മുടെ ഉമ്മാനെ ഇഷ്ടപ്പെടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യല്ല? സാധാരണ എന്താ ചെയ്യുക എല്ലാവരും? ഉമ്മാനെ ഇഷ്ടപ്പെട്ടാൽ ഉമ്മാക്ക് എപ്പോഴും ഉമ്മാൻ്റെ കൂടെ ഉണ്ടാവും അല്ലേ? അതെ ഉമ്മാൻ്റെ കൂടെ ഉണ്ടാവില്ലേ? പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഉമ്മാനെ കൂടെ ഇരുന്നില്ല അല്ലേ? ഉമ്മാനെ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യും? ഉമ്മാനോട് ഭക്ഷണം കഴിക്കാതിരിക്കും, ഉമ്മാനോട് കിടന്നുറങ്ങും അല്ലേ? ഉമ്മാനോട് യാത്ര ചെയ്യുകയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തില്ല? ഉമ്മാൻ്റെ കൂടെ ഇരുന്നില്ല. ഇരുന്നില്ല. എന്താ കാരണം പറഞ്ഞത്? ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ എടുക്കുമെന്ന് ആ അത് ഉമ്മാനോടുള്ള ഒരു സ്നേഹം സ്നേഹം തന്നെയല്ലേ അല്ലേ? അയാളുടെ മനസ്സിൽ ഒരു പ്രയാസം എന്താണ്? ഉമ്മ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞില്ല. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി ഉണ്ടാവും, ചിലപ്പോൾ ചിക്കൻ പൊരിച്ചതുണ്ടാവും അല്ലേ? ബീഫ് ഉണ്ടാകും, മീൻ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഉമ്മ എടുക്കാൻ കരുതിയത് നമ്മൾ എടുക്കും. ഞാൻ എടുക്കുമോയെന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യണത്? ഉമ്മാൻ്റെ കൂടെ അത്രത്തോളം ഉമ്മാനെ ആര് സ്നേഹിക്കുന്നുണ്ട്. അലി ഇബ്നു ഹുസൈൻ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു സ്നേഹിച്ചു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഈ കഥയിലെ ഒരു ഗുണപാഠം എന്നുള്ളത് അല്ലേ? 2-3 കാര്യത്തിൽ പറയണം. ഒന്നെന്താണ്? ഒന്ന് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്? ഒരുമിച്ച് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ കഴിക്കല് ഒരുമിച്ച് കഴിക്കല്? ആ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷം വേറെയാണ് അല്ലേ? ആ ഒരു രസം വേറെ. എല്ലാവരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുള്ളത് അല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക, ഉമ്മ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഉപ്പ വേറെ ഭക്ഷണം കഴിക്കുക, അതൊരു എന്തല്ല രസം ഉണ്ടാവില്ല അല്ലേ? അതും രസം ഉണ്ടാവില്ല, ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണം രസം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ഈ കഥയിൽ പഠിക്കാനുള്ള വിഷയം. അദ്ദേഹം അത്രത്തോളം ഉമ്മാനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കിയെന്ത്? ഇദ്ദേഹം ഉമ്മാനെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, നല്ലൊരു പണ്ഡിതനാണ്, പക്ഷെ ഉമ്മാനെ കൂടെ ഇരിക്കുന്നില്ല. ഭക്ഷണം കഴിക്കണില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലെ ഈ ഒരു ചെറിയ കഥ അല്ലേ? ഒരു സംഭവമാണത്. ഇത് കഥ സാധാരണ നമ്മൾ കഥാപുസ്തകങ്ങൾ വായിക്കണ പോലെയാണോ? അല്ല. അതെന്താണ്? ഇത് നടന്ന സംഭവങ്ങളാണ് അല്ലേ? നബിമാരെ കഥകൾ അങ്ങനെ ഉണ്ടാവും, പിന്നെ സുഹാബികളത് ഉണ്ടാവും. ഈ താബി പണ്ഡിതൻ്റെ കഥ നടന്ന സംഭവമാണ്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യുക? ഒരു ഗുണപാഠമുള്ള കഥയായിട്ട് എന്ത് ചെയ്യുക? നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു കഥയിൽ നമ്മുടെ കൂട്ടുകാർക്ക് നൽകിയ ഈ ഒരു പാഠം എന്താണ് പറഞ്ഞത്? ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്കാം നമുക്ക്. എന്താണ്? മാതാപിതാക്കളോടുള്ള സ്നേഹം. ഒന്ന് മാതാപിതാക്കളോടുള്ള സ്നേഹം. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കൽ അല്ലേ? ഇത് രണ്ടെന്താണ്? ഈ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കൽ തന്നെ മാതാപിതാക്കളോടുള്ള ഒരു ഇഷ്ടമാണ് അല്ലേ? ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ സംഭവം നടന്നത് എന്താണ്? അദ്ദേഹത്തിന് ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു കഥയിലേക്ക് പോവാം അല്ലേ? ഒക്കെ ചെറിയ ചെറിയ കഥകളാണ്. അപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഗുണപാഠം നമ്മൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം ഇൻഷാ അല്ലാ. അടുത്താരാ പറയണത്? അർമിനാണോ? ജന്ന അല്ലേ ഇവര്? ഓക്കെ, ഇൻഷാ അല്ലാ. എന്താണ് കഥ? ഇത് യുദ്ധഭൂമിയിൽ നടന്നൊരു കഥയാണ്. യുദ്ധഭൂമി നടന്ന ഒരു സംഭവമാണ്. ഓക്കെ. ഒരു ദിവസം യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരു കാഴ്ച സ്വഹാബത്ത് കണ്ടു. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ കാണാതായി. ആ ഉമ്മ കുഞ്ഞിനെ തിരയുകയാണ്. യുദ്ധഭൂമിയിൽ കാണാതായി അല്ലേ? ഉമ്മ കുഞ്ഞിനെ തിരയുകയാണ്. ഉമ്മ കുഞ്ഞിനെ കണ്ട സമയത്ത് ഉമ്മ കുഞ്ഞിനെ പെട്ടെന്ന് എടുത്ത്. അപ്പോൾ നബി ചോദിച്ചു, സ്വഹാബത്തെ, ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലോട്ട് ഇടുമോ എന്ന്. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹു ഇതുപോലെയാണ് നമ്മളെയും. തീയിലേക്ക് ഇടുവെച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇല്ല, ഒരിക്കലും ഇടൂല. തീയിലേക്ക് ഇടൂല. അപ്പോൾ അള്ളാഹു ഇതുപോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് അതിനേക്കാൾ എന്തുണ്ടാവും? നമ്മോട് സ്നേഹം ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ?
അപ്പം ഇതിൽ അള്ളാൻ്റെ ഒരു കാരുണ്യം അല്ലേ, അതോടൊപ്പം തന്നെ ഉമ്മാൻ്റെ ആ ഒരു കുട്ടിയോടുള്ള ഇഷ്ടം അല്ലേ. ഇതിലെന്താ മനസ്സിലായത് നമുക്ക്, ഒരു യുദ്ധഭൂമിയിൽ എന്ത് ചെയ്യാണ്, കുഞ്ഞിനെ കാണാതാവുകയാണ്. അപ്പോൾ സ്വാഭാവികം എന്ത് വിചാരിക്കും, കുട്ടി യുദ്ധത്തിൽ മരിച്ചു. മരിച്ചുപോയി കരുതിയിട്ടുണ്ടാവും. അപ്പം ആകെ പ്രയാസപ്പെട്ട് ടെൻഷനായി എന്ത് ചെയ്യാണ്, ആ കുട്ടീനെ തിരയാണ്. കുട്ടിനെ തിരയാണ്. ഒരു എന്താണ്, ഉമ്മാക്ക് പ്രായമുണ്ട് അല്ലേ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉമ്മ എന്ത് ചെയ്യാണ്, ഓടി നടന്നുങ്ങാണ്ട്. തിരയാണ്. അപ്പം അങ്ങനെ തിരഞ്ഞു നോക്കും. പെട്ടെന്ന് കാണുമ്പോൾ എന്താണ് എക്സ്പ്രഷൻ ഉണ്ടാകുക, നല്ല സന്തോഷം സന്തോഷം. സന്തോഷം മാത്രമല്ല എന്ത് ചെയ്യും, പിന്നെ കരയും ചെയ്യും. കരയും ചെയ്യും. എന്തിനാ കരയണത്, സന്തോഷം. സന്തോഷം കൊണ്ട് കരയും ചെയ്യും. കിട്ടിയ മാത്രമല്ല കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യും, വാരെടുത്ത് ഉമ്മ വെക്കുകയോ ചെയ്യും അല്ലേ. അപ്പം ഈ ഒരു രംഗം ഇങ്ങനെ കണ്ടപ്പോഴാണ് നബി ചോദിച്ചത് എന്ത്, സ്വഹാബത്തിനോട്, ആ ഉമ്മ ആ സമയത്ത് ആ കുട്ടിനെ എടുത്ത് കണ്ട് തീയിലേക്ക് എറിയോന്ന് ചോദിച്ചു. ഒരിക്കലും ചെയ്യില്ല, എറിയോ? കാരണം കുട്ടിയെ നഷ്ടപ്പെട്ട ആ വേദനയിലാണ് ഉമ്മ മുമ്പ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം അത്രത്തോളം ആ കുട്ടിനെ ഇഷ്ടമാണ് അമ്മക്ക്. പക്ഷെ ആ പെട്ടെന്ന് കിട്ടിയപ്പോൾ എന്ത് ചെയ്ത്, കുട്ടിനെ കിട്ടിയ സന്തോഷത്തിലായി. അപ്പോഴാണ് ചോദിച്ചത് എന്ത്, ആ കുട്ടിനെ എന്ത് ചെയ്യോ, നരകത്ത് ഒരു തീയിലേക്ക് ആ ഉമ്മ എറിയോ എന്നുള്ളതാണ്. അപ്പം എന്താ പറഞ്ഞത്, ഒരിക്കലും ഒരിക്കലും എന്ത് ചെയ്യൂല. അപ്പം നബി എന്ത് ചെയ്യാണ്, നബി അവിടെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംഭവം കൊണ്ടുവരികയാണ് അല്ലേ. എന്താ പറയുക, ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള കാരുണ്യം സ്നേഹം ഉണ്ട് അല്ലേ. അതിനേക്കാൾ എത്രയോ ഉണ്ട് ആർക്ക്, അള്ളാഹുവിന്. അള്ളാഹ്ക്ക് ആരോട്, നമ്മോടുണ്ട് അല്ലേ. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹിനോട് എന്ത് ചെയ്യണം, അള്ളാഹിനോട് അള്ളാഹിനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കുക, അള്ളാഹിനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ അനുസരിക്കുക അല്ലേ. എങ്ങനെ അള്ളാഹ് അനുസരിക്കൽ, എങ്ങനെയാ, നിസ്കരിക്കണം, പിന്നെ നോമ്പ് നോൽക്കണം, പിന്നെ കഴിഞ്ഞോ, പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് മാതാപിതാക്കളോട് നന്നായി പെരുമാറണം. പിന്നെ അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാനുള്ള വേറെ എന്താ, പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ട്, ആർക്ക് ഓർമ്മ ഉള്ളത്, രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. രാവിലെ എണീക്കുമ്പോഴല്ല, അത് കാർ സ്വഭാവം രാവിലെ അതുണ്ട്. അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാൻ, അതാണ് തൃപ്തി കിട്ടാനുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. റളിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഇതെന്താണ് റളിയതു ബില്ലാഹി റബ്ബ എന്ന് പറഞ്ഞാൽ, അള്ളാഹിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, റളിയത്തു അല്ലേ. ഇത് അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാനൊക്കെ ഉള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ചില കുട്ടികളൊക്കെ ഉണ്ടാവും എന്ത്, അതുപോലെ ഉമ്മാൻ്റെ ഇഷ്ടം കിട്ടാനുള്ള, ഉമ്മ ഇഷ്ടപ്പെടുന്ന നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനർത്ഥം ഉമ്മ തെറ്റായ കാര്യം ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഉമ്മ നല്ല കാര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്ന ആർക്ക് ഇഷ്ടമുണ്ടാവും, ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവും. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യുകയും ചെയ്യരുത് കേട്ടല്ലോ, എങ്കിൽ മാത്രം എന്തുണ്ടാവുള്ളൂ, അള്ളാഹിൻ്റെ സ്നേഹം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, അത്രത്തോളം ഒരു ഉമ്മാക്ക് ഒരു കുട്ടിയോടുള്ള ഇഷ്ടത്തേക്കാൾ എത്രയോ ഇഷ്ടം ആർക്ക്, അള്ളാഹ്ക്ക് നമ്മോട്. പക്ഷെ ആ ഇഷ്ടം ഉണ്ടാകാൻ എന്ത് ചെയ്യണം, അള്ളാഹിനെ അനുസരിക്കന്നെ ചെയ്യണം. ഇതാണ് നമ്മൾ ഈ കഥയിൽ പിന്നെ പഠിക്കണത് അല്ലേ. ഇതൊരു യുദ്ധഭൂമിയിൽ നടന്ന ഒരു സംഭവമാണ്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ചെയ്യണത്, ഒരു കഥാരൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായല്ലോ. അപ്പം രണ്ട് കഥ പറഞ്ഞു നമ്മൾ അല്ലേ. രണ്ടും എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഉമ്മയോടുള്ള സ്നേഹം അല്ലെ. ഒന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച ആ സംഭവം പറഞ്ഞു, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സംഭവം പറഞ്ഞു. ഇതിലെന്താണ്, ഇതില് ഈ മകന് ഉമ്മയോടുള്ള സ്നേഹം പറഞ്ഞത്. ഇതിലോ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള ഇഷ്ടം എത്ര ഉണ്ടെന്നുള്ളതും, അതിന്റെ കൂടെ എന്ത് ചെയ്ത് അള്ളാഹ്ക്ക് നമ്മോടുള്ള ഇഷ്ടം പറഞ്ഞില്ലേ. അത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം എന്താണ്, നല്ല വസ്ത്രം ധരിക്കുക അല്ലേ, ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ആർക്ക് ഇഷ്ടം, ആരിഷ്ടം കിട്ടുള്ളതാണ്, അള്ളാഹു ഇഷ്ടപ്പെടും. വിസ്മി ചൊല്ലിക്കൊണ്ട് അപ്പം അള്ളാഹിനെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ രണ്ട് കഥകളെ നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. പ്രിയ കൂട്ടുകാരെ, തൽക്കാലം നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
കഥകൾ നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യണം, കേട്ട് ഉഷാറായി പഠിച്ച് ഏതെങ്കിലും വേദിയിലൊക്കെ അവതരിപ്പിക്കാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ ഗുണപാഠമുള്ള കഥകളൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.